മോനെ നിങ്ങളൊക്കെ ഇവിടെ ഉള്ളതാണോ? അതെ, ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളവരാണ്. എന്താണ് കാര്യം? ഒരു വീട് അന്വേഷിച്ച് വന്നതാണ്. ഈ വീടിന്റെ നമ്പർ വല്ലതും അറിയാവോ? നമ്പറൊന്നും അറിയില്ല. പുള്ളിക്കാരൻ്റെ പേര് ആൻ്റണി എന്നാണ്. അദ്ദേഹം ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. ഭാര്യ ടീച്ചറാണ്. ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ദൂരാള് പറഞ്ഞ് അദ്ദേഹത്തിന് കയറി. താങ്കൾ ഇവിടുത്തുകാരനാണോ? ഞാൻ ഞാനൊരു വീട് അന്വേഷിച്ച് വന്നതാണ്. പുള്ളിയുടെ പേര് ആൻ്റണി എന്ന്. ഭാര്യ ടീച്ചറാണ്. എനിക്ക് അറിയുമല്ലോ. നിൽക്കുന്ന പുള്ളിയെടുത്ത് നിൽക്കുന്നുണ്ട്. അവരോട് ഞാൻ ചോദിച്ചു. അവരിവിടെ ഉള്ളവരാണ്, പക്ഷെ അവർക്ക് അറിയില്ല. ഈ ഭാഗത്തുണ്ടെന്നുള്ള ഉറപ്പാണോ? ഈ ഭാഗത്ത് തന്നെയാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അവർക്ക് മക്കളുമല്ലോ? ഉണ്ട്. 2 പെൺമക്കളാണ്. എഞ്ചിനീയറിംഗിനാണ് പഠിക്കുന്നത്. 2 പെൺമക്കളാണോ? എനിക്ക് പിന്നെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പം സാറേ. സാറ് വന്നാട്ടെ. വാ. ഒരു കാര്യം, ഞങ്ങൾക്കറിയില്ല. സാറിനോട് ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണല്ലോ. അതല്ല, ഇദ്ദേഹം ചോദിച്ച ആ സാറിനെ 2 പെൺമക്കളുണ്ട്. പക്ഷെ എഞ്ചിനീയറിംഗ് കളി പഠിക്കുന്ന. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അളിയ, അത് നമ്മളെ മറ്റേ കക്ഷിയാ. ഓ, മറ്റേ കക്ഷി. ഇപ്പൊ മനസ്സിലായി. അങ്കിള് വണ്ടി കയറി, ഞാൻ കാണിച്ചു തരാം. മോൻ വരണമെന്നില്ല, വീട് പറഞ്ഞു തന്നാൽ മതി. ഈ വളവ് ഇരുന്ന് കാണുന്ന 4ാമത്തെ 2 നില വീട് ചെടി വളർത്തിയിട്ടിട്ടുണ്ട്. അവിടെ പോയാൽ മതി. ഇപ്പം മനസ്സിലായല്ലോ. പിന്നെ ഈ ചെറുപ്പക്കാരെടുത്ത് നമ്മുടെ അഡ്രസ്സ് പോയി ഈ പ്രായമുള്ള ആളുടെ കുറിച്ച് അവർക്ക് അറിഞ്ഞു. ഇപ്പോൾ ചെറുപ്പക്കാരന്മാർക്ക് പ്രധാനമായിട്ടും പെൺപിള്ളേരുടെ കാര്യം കുറിച്ച് അവരത് ബൈഹാട്ടാക്കി വെച്ചിരിക്കുക. ഇനിയിപ്പോൾ കാര്യം പിടിയിട്ടില്ലേ? ഇപ്പം എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? അത് കലക്കി. എന്നാൽ സാധുവായിട്ട്